നമസ്കാരം. പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ? ചോദ്യം കോടതിയുടേതാണ്. ദൈവത്തിനെ പോലും ഭയമില്ലാത്ത ഖദറിട്ട രാഷ്ട്രീയ കള്ളന്മാരോട് ഗതികെട്ട കോടതിയുടെ ഉഗ്ര വിലാപമാണ്. അഗ്നിവലയത്തിനു മധ്യത്തിൽ തപസ്സു ചെയ്താലും തീരാത്ത പാപത്തിന്റെ കറ കയ്യിൽ പുരട്ടിയല്ലോ പാപികളെ നിങ്ങളെ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളായ മുൻ ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന മുരാരി ബാബു, സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ തുടങ്ങിയവരുടെ ജാമ്യ ഹർജികൾ തള്ളിയ ഹൈക്കോടതി പ്രതികൾക്കെതിരെ ആഞ്ഞടിച്ചു. അദ്വൈതം എന്ന ചലച്ചിത്രത്തിലെ പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലും പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്ന ഗാനം ഉദ്ധരിച്ച് പ്രതികളുടെ പാപകർമ്മങ്ങൾ ചൂണ്ടിക്കാട്ടിയ കോടതി കൊള്ളയടിച്ച ബാക്കി സ്വർണം എവിടെയെന്നും ആരാഞ്ഞു. അയ്യപ്പന്റെ സ്വർണം പ്രതികൾ കൂട്ടം ചേർന്ന് കൊള്ളയടിച്ചുവെന്ന് തുറന്നടിച്ച കോടതി കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും നിർദ്ദേശിച്ചു. ബോർഡ് മുൻ പ്രസിഡന്റായ പത്മകുമാർ ഒരു പാർട്ടി അംഗമാണെന്നും സ്വാധീനമുള്ളയാളാണെന്നും ജാമ്യം ലഭിച്ചാൽ അന്വേഷണത്തെ സ്വാധീനിക്കുമെന്നും കോടതി വിലയിരുത്തി. ജാമ്യ ഹർജിയിൽ വാദം കേൾക്കവേ തങ്ങൾ നിരപരാധികളാണെന്ന പ്രതികളുടെ വാദം കോടതി തള്ളി. കൂട്ടമായുള്ള കൊള്ളയാണ് നടന്നതെന്ന് SITയുടെ രേഖകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. 2 കേസുകളിലായി 6 ജാമ്യ ഹർജികളാണ് കോടതി പരിഗണിച്ചത്. 476 ഗ്രാം സ്വർണം മാത്രമാണ് കണ്ടെടുക്കാനായത്. ആകെ 4 കിലോ 147 ഗ്രാം സ്വർണമാണ് കവർന്നത്. മുരാരി ബാബു ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാൻ സാധ്യതയുണ്ടെന്ന കാര്യത്തിൽ കോടതി ആശങ്ക പ്രകടിപ്പിച്ചു. പത്മകുമാർ, വിജയകുമാർ, ശങ്കരദാസ് തുടങ്ങിയവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്ത് കൊള്ളയുടെ കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിക്കണമെന്നും കോടതി SITയോട് നിർദ്ദേശിച്ചു. എന്നാൽ അതിനിടയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും പരസ്പരം കല്ലെറിയുന്നത് തുടരുകയാണ്. പൊതുമധ്യത്തിൽ നിന്ന് അത് നിയമസഭയിലേക്ക് എത്തിക്കഴിഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാക്പോരാണ് നടന്നത്. സഭാ നടപടികൾ ആരംഭിച്ചതിനു പിന്നാലെ പ്ലക്കാർഡുമായി പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങി. സ്പീക്കറുടെ ഇരിപ്പിടം മറച്ചുകൊണ്ട് ബാനർ ഉയർത്തി മുദ്രാവാക്യം വിളിച്ചായിരുന്നു പ്രതിഷേധം. പോറ്റിയെ കേറ്റിയെ എന്ന ഗാനം പ്ലക്കാർഡുകളിൽ ഉൾപ്പെടുത്തിയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും SITക്ക് മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം അവസാനിപ്പിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ഇതോടെ മറുപടിയുമായി MP രാജേഷ് രംഗത്തെത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാൻ പ്രതിപക്ഷത്തിന് ഭയമാണെന്നും ഭീരുത്വമാണ് പ്രതിപക്ഷത്തിനെന്നും തിണ്ണമിടുക്ക് കാണിക്കരുതെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഇതിനു പിന്നാലെ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയതോടെ ഭരണപക്ഷ MLAമാരും എഴുന്നേറ്റു നിന്നു. പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനം പാടി പ്രതിപക്ഷം പ്രതിഷേധിച്ചപ്പോൾ സ്വർണം കെട്ടത് ആരപ്പ എന്ന് അടൂർ പ്രകാശിനോട് ചോദിക്കൂവെന്നും ഹൈക്കോടതിയിൽ തോറ്റപ്പോൾ സഭയിൽ സമരം ചെയ്യുകയാണെന്നും MP രാജേഷും പറഞ്ഞു. അതിനിടയിൽ സോണിയാഗാന്ധിയെ പ്രതി ചേർക്കാനും വീട്ടിൽ ED റെയ്ഡ് നടത്താനും ശിവൻകുട്ടി അടക്കമുള്ളവരും മുറവിളി കൂട്ടുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെഞ്ഞാറമൂട് പുളിമാത്തുള്ള വീട്ടിൽ പോയിട്ടുണ്ടെന്ന് ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ സ്ഥിരീകരണം ഇതിനിടെ പുറത്തു വന്നും കഴിഞ്ഞു. കടകംപള്ളി, അടൂർ പ്രകാശ് എന്നീ മുൻ മന്ത്രിമാരും പ്രയാർ ഗോപാലകൃഷ്ണൻ, A പത്മകുമാർ അടക്കമുള്ള ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരും അംഗങ്ങളും ഒന്നിലധികം തവണ പോറ്റിയുടെ വീട്ടിലെത്തിയതായി വ്യക്തമായി തെളിവുകൾ സഹിതം തെളിഞ്ഞു കഴിഞ്ഞു. കടകംപള്ളി 2 ദിവസം അടുപ്പിച്ച് പുളിമാത്തെ വീട്ടിലെത്തിയെന്ന് അയൽവാസികൾ അടക്കം സാക്ഷി പറയുന്നു. പോറ്റിയുടെ ബന്ധുവായ കുട്ടിയുടെ പേരിടൽ ചടങ്ങിലാണ് എത്തിയതെന്ന് കടകംപള്ളിയും പറയും. വൈകിയാണെങ്കിലും ഇക്കാര്യം SITക്ക് മുന്നിൽ തുറന്നു സമ്മതിക്കാൻ കടകംപള്ളി സുരേന്ദ്രൻ നിർബന്ധിതനായി. മന്ത്രിയായിരിക്കെ കടകംപള്ളി വീട്ടിലെത്തിയിരുന്നതായി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ആദ്യം SITയോട് വെളിപ്പെടുത്തിയത്. വീട്ടിലെത്തി ചടങ്ങിൽ പങ്കെടുത്തു എന്നതല്ലാതെ പോറ്റിയുമായി തനിക്ക് ബന്ധമില്ല എന്നാണ് കടകംപള്ളി ഇന്നലെ വെളിപ്പെടുത്തിയത്. പാർട്ടി നേതാക്കളുടെ ക്ഷണം പോലും നിരസിക്കുന്ന കടകംപള്ളിക്ക് പോറ്റിയുടെ വീട് സന്ദർശിക്കാൻ തക്ക അടുപ്പമുണ്ടെന്ന് തന്നെയാണ് SITയുടെ നിഗമനം. പോറ്റിയോട് ഒന്നും സ്പോൺസർ ചെയ്യാൻ താൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും സമ്മാനങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്നും കടകംപള്ളി പറയും. എന്നാൽ കടകംപള്ളിയുടെ നിയോജക മണ്ഡലമായ കഴക്കൂട്ടത്തെ നിർധന കുടുംബത്തിന് വീട് വെച്ച് നൽകാൻ പോറ്റി സ്പോൺസർ ആയത് എങ്ങനെ എന്ന ചോദ്യത്തിന് തൃപ്തികരമായ മറുപടി നൽകാൻ കടകംപള്ളിക്ക് കഴിഞ്ഞിട്ടുമില്ല. വീടിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങിൽ കടകംപള്ളിക്കൊപ്പം പോറ്റിയും പങ്കെടുത്തിരുന്നു എന്നത് സംശയം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പോറ്റിയും കടകംപള്ളിയും തമ്മിൽ ബാംഗ്ലൂരു എയർപോർട്ടിൽ സംസാരിച്ചിരിക്കുന്ന ചിത്രം മുൻമന്ത്രി ഷിബു ബേബി ജോൺ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ഇത് സംബന്ധിച്ച ചോദ്യങ്ങളോട് പോറ്റിയോ കടകംപള്ളിയോ പ്രതികരിച്ചിട്ടില്ല എന്നതും ദുരൂഹമാണ്. മൊത്തത്തിൽ ആരെ തള്ളണം ആരെ കൊള്ളണം എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കേരളത്തിലെ ജനങ്ങൾ എന്നതാണ് വാസ്തവം.